നിങ്ങൾ വാഴാൻ തീരുമാനിച്ച് തന്നെ ഇറക്കിയ ഒരു ബഡ്ജറ്റാണോ? ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു ബഡ്ജറ്റാണോ? സംശയിക്കാൻ എന്തിരിക്കുന്നു, അത് തീർച്ചയല്ലേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാമത്തെ ടേമിൽ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ബഡ്ജറ്റ് മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുഭവവേദ്യമായ ജനങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് കാണുന്നത്. അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് കൂടിയാണ്. സുരേന്ദ്രൻ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ബജറ്റ് ഒരു ഡേ ഡ്രീം ബജറ്റ് എന്ന് ഞാൻ പറയും. ഒരു പകൽക്കിനാവാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പണം എവിടെ എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊടുത്താൽ മതി. അല്ല, തരുമെന്ന് ഉറപ്പിച്ചു തരൂ പറയുമായിരുന്നു. 365 രൂപ തന്നല്ലോ. കാലം ഒരു 5 രൂപ എന്താ എല്ലാം കൂടെ ചേർത്ത് തരാം. അതിലും പൊളിഞ്ഞു പോയല്ലോ. 20,000 കോടി കിട്ടാണ്ടെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. സുപ്രീം കോടതി പോയില്ലേ? സുപ്രീം കോടതി വലിച്ചേറ് കൊടുത്തു. കേന്ദ്രം കൊടുത്താലും ഇവർ രക്ഷപ്പെടില്ല. കാരണം കേന്ദ്രം കൊടുത്തതൊന്നും ഫലപ്രദമായി നടപ്പാക്കാത്ത ഒരു ഗവൺമെന്റാണിത്. ഇഷ്ടം പോലെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ശരി, എല്ലാം പോട്ടെ. ഇപ്പൊ എത്ര തന്നേൽപ്പിച്ചതല്ലോ ചോദിക്കുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന വരവൊന്നുമില്ല. 2004 മുതൽ 14 വരെ എത്ര കൊടുത്തോ അതിന്റെ 5 ഇരട്ടി കൊടുത്തിട്ടുണ്ട്, ടാക്സ് ഷെയറിലും അല്ലാത്തതിലും. ഇനി GST കോമ്പൻസേഷൻ പറഞ്ഞത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ വാങ്ങിയ സ്റ്റേറ്റ് കേരളമാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഇതെല്ലാം വസ്തുതയാണ്. പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കിട്ടിയത് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇതെല്ലാം വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഒന്നും തന്നിട്ടില്ല. അതിലൊരു വസ്തുത എന്നുള്ളത്, കേരളത്തിന്റെ ഓൺ ടാക്സ് റവന്യൂ എന്നുള്ളത് 40,000 കോടി രൂപ 2021 എന്നുള്ളത് നമ്മളിപ്പോൾ ഏകദേശം 87,000 കോടി രൂപ ആയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടിയിലധികമായിട്ടുണ്ട്. അത് ഡേറ്റയാണ് കേട്ടോ. അല്ല, ഇതിലൊരു കാര്യം, ഇതിന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2 തവണ പാർലമെന്റിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. UDFന്റെ 19 എംപിമാരുണ്ടായിരുന്നു, LDFന്റെ 1 എംപിമാരുണ്ടായിരുന്നു. അവർ മുഴുവൻ സംഭവിച്ച കാര്യമാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നത്. വീഴുന്നുള്ളതിന് കുഴപ്പമില്ല, വാഴുന്നുള്ള ആ ഒരു പ്രാസോപ്പിച്ച് പറഞ്ഞതായിരിക്കും. വാഴലല്ല, ഭരണം ഒരു ഉത്തരവാദിത്തമാണ് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നാൽ LDF ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. അത് വളരെ വ്യക്തമാണ്. കാരണം ഈ ഗവൺമെന്റ് 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങളുടെ കോടതിയിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലം സാധിക്കാത്ത ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ സർക്കാരിന് എതിരായിട്ട് വിധിയെഴുതിയത്. ആ വിധിയെഴുത്തിന്റെ അന്തിമ രൂപം ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ഫൈനലിലും ഞങ്ങൾ ജയിക്കും. ആ കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അനുകൂലം തന്നെയാണ്. കണ്ണിയെല്ലാം വലിയ പണം കൊടുത്ത് കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ഏജൻസിയുടെ തലവനായിട്ടുള്ള എന്തിനാ പേടിക്കുന്നത്? പേടിയാ പുളിക്കും. ഒരു പേടിയില്ല. കനുകൂലിയോട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തെ ഞാൻ കോട്ട് ചെയ്യുന്നത്. കനുകൂല് പറഞ്ഞത് ഗവൺമെന്റിന് എതിരായിട്ടുള്ള വിരുദ്ധ വികാരം ഇല്ലാന്ന്. പക്ഷെ റിസൾട്ടിൽ നിങ്ങൾ ജയിച്ചില്ല. നീ അവനെ അങ്ങനെ മോശക്കാരനാക്കാൻ പറ്റും. ഞാൻ റിസൾട്ടിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അത് പറയാ നിങ്ങൾ പറഞ്ഞ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളല്ല. ബെസ്റ്റ് നിലമ്പൂർ ഉൾപ്പെടെ പഞ്ചായത്തുകൾ നിങ്ങൾ ജയിക്കുന്നതല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിക്കുന്നത്. അത് പറഞ്ഞ അതിലേക്ക് ഞാൻ വരാൻ പോവാ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഏതാണ്ട് സമാസമത്തിലാണ്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാന്ന്. 4 കോർപ്പറേഷൻ നിങ്ങൾ ഭരിക്കുന്നു. കേക്ക് അത് സമ്മതിച്ചിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്ക് എത്രയാ ഭൂരിപക്ഷം? എത്രയാ? ഇവരെക്കാൾ ഞങ്ങൾ 5 വോട്ടിനും 6 ഒരു കാര്യം പറയട്ടെ. അല്ല, എനിക്കൊന്ന് പറയണം. എന്തറിയോ, ഒരു 20% സമയമെങ്കിലും എനിക്ക് തരണം, അല്ലെങ്കിൽ ചർച്ച ഒരു ഫലവത്താവില്ല. അതായത് ഒരു കാര്യം ഞാൻ പറയാം. മുമ്പത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിയിട്ട് പിന്നെ വന്ന തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അതിന്റെ ഫലം ആവർത്തിച്ചിട്ടില്ല. 2019 48% വോട്ടും 19 സീറ്റും UDFനായിരുന്നു. 5 മാസം കഴിഞ്ഞപ്പോൾ 2 ബൈ ഇലക്ഷനിലും LDF ജയിച്ചു 1. ഇനി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ മാഷിക്കും ഭൂരിപക്ഷം കിട്ടില്ല, സണ്ണി ജോസഫ് സാറിനും ഭൂരിപക്ഷം കിട്ടില്ല. ഞാൻ പറയട്ടെ. കാരണം എന്താ അറിയോ,
24 ഗോവിന്ദ മാഷക്ക് ഒരു MP, ഞങ്ങൾക്ക് ഒരു MP. ശരിയാണോ? പറയട്ടെ. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ പരിഹാസത്തിലെടുക്കല്ല. 25 ഗോവിന്ദ മാഷക്ക് ഒരു കോർപ്പറേഷൻ, ഞങ്ങൾക്കൊരു കോർപ്പറേഷൻ. അതെങ്ങനെയാ? ഞാൻ പറയട്ടെ. അതെന്താണ്? ഈ ഗവൺമെന്റിനെതിരെ ശക്തമായിട്ടുള്ള ആന്റി ഇൻകംബൻസി ഉണ്ട്. പക്ഷെ അത് എൻകേഷ് ചെയ്യാൻ ഫലപ്രദമായിട്ടുള്ള വയബിൾ ഒരു ഓൾട്ടർനേറ്റീവ് എവിടെയാണോ അവിടെയൊക്കെ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാൻ കേരള മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഇത്തവണ അവർക്ക് കിട്ടില്ല. കാരണം ഒരു 20 മണ്ഡലത്തിലെങ്കിലും ഈ മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഒരു പെട്ടിയിലേക്ക് പോവില്ല. തെറ്റായ ധാരണയാണ്. ഇപ്പൊ 84, 64, 2 ഇപ്പോഴത്തെ ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ അനാലിസിസ് മണ്ഡല അടിസ്ഥാനത്തിൽ. ഞാൻ പറയുന്നു, അതിലൊരു 20 മണ്ഡലത്തിൽ അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ നേമത്ത് മൈനോറിറ്റി കൺസോൾട്ടേഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കോ? അങ്ങനെ ഒരു 20 മണ്ഡലം ഞാൻ എണ്ണി പറഞ്ഞുതരാം. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഭൂരിപക്ഷം കിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. മാതൃഭൂമിയുടെ ഈ പരിപാടിയിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് 2 മുന്നണികൾക്കും 2026 കേവല ഭൂരിപക്ഷം കിട്ടില്ല. അതിന് മാത്രമുള്ള ശക്തി കേരളത്തിൽ NDAക്കുണ്ട്. അത് കഴിഞ്ഞിരിക്കട്ടെ. ഒരു വാർഡിൽ തിരുവനന്തപുരത്ത് 18,000 വോട്ട്, ഒരു വാർഡിൽ 3,500. എന്റെ നിയോജകമണ്ഡലം ആറളം, ഒരു വാർഡിൽ UDF ജയിച്ചെടുത്ത് 1965 വോട്ട്. നിങ്ങൾ LDF ജയിച്ചെടുത്ത് ആര് പറഞ്ഞു? അല്ലെന്ന് ധാരണയായിരുന്നു. ഞങ്ങൾ പല വാർഡിൽ മെറ്റീരിയൽ. LDF ജയിച്ചെടുത്ത് ആറളം ഫാമിൽ ഒരു വാർഡിൽ 571 വോട്ട്. സണ്ണി വക്കീലിന് ആത്മവിശ്വാസം കണ്ടല്ലോ. മാഷക്ക് എന്താ പറയാനുള്ളത്? സണ്ണി വക്കീലിന്റെ ആത്മവിശ്വാസം, കണക്കിന്റെ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പാർട്ടിയിൽ നിന്ന് നടക്കാൻ പറ്റില്ല. അതാ പ്രശ്നം. പിന്നെ കോൺഗ്രസ് ഉണ്ട് ഇവിടെ, ലീഗ് ഉണ്ട്. പിന്നെ ഇവിടെ അടുത്ത പ്രാവശ്യം കൂടി തോക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഞാൻ തോക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ കോൺഗ്രസ്? എനിക്കൊരുമാതിരി ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് യാതൊരു മാറ്റവും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ സജി ചെറിയാന് എന്ന് പറഞ്ഞാൽ അത് പിൻവലിച്ച ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി മന്ത്രിയാണ്, ഒരു ഭാഗത്ത് RSSന്റെ പിൻവലിച്ചു പോയി. ഇത് രണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി, എന്നിട്ട് അപ്പൂട്ടനെ വിളിക്കേ. അപ്പോഴേക്ക് അപ്പൂട്ടൻ്റെതായ ചില തീരുമാനങ്ങൾ എടുക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമി ഇവിടെയും PFI ഇവിടെയാണ്. അതാ വ്യത്യാസം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ, PFI ഇവിടെ. എത്ര സ്ഥലത്ത് ഈ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. ഞങ്ങൾ ഒരിക്കലും എങ്ങനെ ഞങ്ങൾ ഇന്നേ വരെ ഒരു മുന്നണി ഉണ്ടാക്കില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, ഞങ്ങൾക്ക് രണ്ടാക്കും ജയിക്കാൻ സാധിക്കില്ല, ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്ന് BJPക്കാർ പറഞ്ഞല്ലോ. അതും ഈ പറഞ്ഞതിനേക്കാളും കഷ്ടമാണ്. ആശ കൊള്ളാം, പക്ഷെ അത് ഈ സമിതി നടക്കത്തില്ല. നമുക്ക് കാണാം. അത് ത്രിപുരയിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബംഗാളിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിൽ കേരളം ഒരു സംശയം ഇവർക്ക് ഭൂരിപക്ഷം കിട്ടാനും പോകുന്നില്ല. BJPക്കൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യയോ പിന്നെ നിങ്ങളുടെ ഔദാര്യം കൊണ്ടാണോ? ഒന്ന് പോടാ. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. എനിക്കും തോന്നുന്നു ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം സുരേന്ദ്രനാണെന്നുള്ളതാണ് എനിക്കും ഒരു സംശയമില്ല. കേവല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല. അതിനുള്ള സാഹചര്യമാണ് കേരളത്തിൽ. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയാം. ഇപ്പൊ ഞാൻ നേരത്തെ തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള മണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ തൃശ്ശൂർ എടുക്കുക, പാർലമെന്റും സീറ്റ് ജയിച്ചത്. എന്താ ഇപ്പോഴത്തെ ഈ പറയുന്ന നിങ്ങൾ ഒറ്റ പഞ്ചായത്ത് ജയിച്ചില്ല. ഒരു പഞ്ചായത്ത് തൃശ്ശൂരിൽ BJP കാശിക്ക് പോകുന്ന പറഞ്ഞ ആളാണ്. ഇപ്പൊ മനസ്സിലായി. എന്തെല്ലാം മനസ്സിലാക്കാൻ കിടക്കണം. തിരുവനന്തപുരത്ത് എങ്ങനെയാണോ ഞങ്ങൾ ജയിച്ചത്, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം UDFനേക്കാൾ പ്രതിഫലിപ്പിക്കാൻ ഓൾട്ടർനേറ്റീവ് BJP ആണെന്ന് തിരുവനന്തപുരം ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു 10-30 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യമായിട്ട് മുമ്പോട്ട് വരും. നിങ്ങളെ രണ്ടുപേരുടെയും സാധ്യതകളെ തച്ചുടയ്ക്കാൻ കഴിയുന്ന ഞങ്ങൾ മാറും. നമുക്ക് നോക്കാം.